ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ. സൗണ്ട് ഇപ്പോൾ ഒരു 9 ദിവസം 10 ദിവസമൊക്കെ ആയപ്പോഴാണ് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് വന്നത്. ഇത്രയും ദിവസം സൗണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ വെക്കേഷന് പോയ സമയത്ത് ജൂലൈ ഓഗസ്റ്റിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതൊരു ഓഗസ്റ്റ് 15 ആണ്. അപ്പോൾ ഞങ്ങൾ ഓഗസ്റ്റ് 15 ആലപ്പുഴ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ വഴിയാണ് പോയത്. തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ, അവിടെ നിന്ന് വൈക്കം കൂടിയിട്ടാണ് ആലപ്പുഴ പോയത്. അപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഒരു 9:15 രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 9:15. അപ്പോൾ മൂവാറ്റുപുഴ എത്തിയപ്പോൾ ഇങ്ങനെ ഓഗസ്റ്റ് 15 ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് പോയിട്ട് ഏതൊക്കെയോ പോക്കറ്റ് റോഡുകളൊക്കെ വഴി നമ്മളിങ്ങനെ വൈക്കത്തെത്തി. അതിനുശേഷം ആലപ്പുഴ എത്തി. അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, പുല്ല് വെട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഞാറ്, കണ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ പോകുന്ന വഴി കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു റോഡിൻ്റെ രണ്ട് സൈഡിലും. അപ്പോൾ നമ്മളൊരു 11:30 ആയപ്പോഴത്തേനും തണ്ണീർമുക്കം ബണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ ബണ്ടിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ബണ്ടൊക്കെ കണ്ടു പോകുമ്പോഴാണ് അങ്ങ് ഫ്രണ്ടിൽ കണ്ടു, ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ മരമൊക്കെ, അവിടെ ഒരു ലാൻഡിങ് പോലെയുള്ളൊരു കണ്ടു. അവിടെ കുറച്ച് ഷോപ്പും ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ട്. പിന്നെ നമുക്കവിടെ സ്പീഡ് ബോട്ടും കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളെന്നാൽ എന്താ അവിടെ എന്നുള്ളത് പോയി നോക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് അവിടെ ഒന്ന് വണ്ടി നിർത്തി കേട്ടോ. ഒരു 11:30 ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കയറിയില്ല ബോട്ടിൽ, ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ബാക്ക് പെയിനൊക്കെ കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ, ഒരു 4 days ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോൾ വല്ല ബാക്ക് പെയിനൊക്കെ കൂടിയാലോ എന്നുള്ളതും, പിന്നെ എനിക്ക് നല്ല പേടിയും തോന്നി കേട്ടോ ഇതിങ്ങനെ ചെരിയുന്ന കണ്ടപ്പോൾ. അപ്പോൾ ഞാനും അമ്മയും കരയിൽ നിന്നിങ്ങനെ കാണുകയാണ് ചെയ്തത്. ഇവർ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്പീഡ് ബോട്ട്. അപ്പോൾ ഇവിടെ കിടന്ന് കുറച്ച് ചുറ്റുണ്ട്. ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്തോ പറഞ്ഞിരുന്നു തോന്നുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് അവിടെ വല്ലാതെ കറക്കിയിട്ട് പിന്നെ അവരങ്ങ് ഉള്ളിലോട്ട് പോയിട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്തോ ഒരു ഐലൻഡ് പോലെ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഫ്രഷ് മീൻ മേടിക്കാൻ കിട്ടും, അങ്ങനെ എന്തൊക്കെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും പോകാത്തതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല. പക്ഷേ മക്കൾ പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു പോയിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോട്ടിങ് ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു 11:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. 12:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് ആലപ്പുഴയ്ക്ക്. അപ്പോൾ വേഗം ഒത്തിരി സമയം കളയണ്ടെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആലപ്പുഴ ഒരു സ്ഥലത്ത് നല്ല ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. പക്ഷേ ഫുഡൊന്നും ഒട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ വിശക്കുന്നതുകൊണ്ട് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 3 മണിയായപ്പം ഇവിടെ പ്രോപ്പറായ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. അതായത് മുല്ലയ്ക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ചെറിയ തോടാണോ പുഴയുടെ സൈഡാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബോട്ടിൽ കയറുന്നത്. ഇത് ഷിക്കാര ബോട്ട് എന്നാട്ടോ ഇതിന് പറയണേ. അപ്പോൾ ഈ ഒരു ചേട്ടനിൽ ഈ ഒരു ടീഷർട്ടിൻ്റെ കൈ ഇതാ ഈ ചേട്ടൻ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കാറ് വന്ന് സ്ലോ ചെയ്യുമ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ബോട്ടിങ്ങിനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ജസ്റ്റ് നമ്മുടെ അടുത്തേക്ക് ഈ വള്ളം കൊണ്ടുവന്നാണ്, ഈ ബോട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ പറയുന്ന ഒരു 12 പേർക്ക് കയറാവുന്ന ബോട്ടാണ്, ഒരു കുഴപ്പമില്ല കയറിക്കോളാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 6 കസേരയുണ്ട്, 2 ദീപാങ്കൂട്ട് പോലത്തെ സംഭവം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ എന്തായാലും ഊണൊക്കെ കഴിച്ച് എല്ലാവരും നല്ലപോലെ ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നേരെ ബോട്ടിലേക്ക് കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉറക്കമാണ് കേട്ടോ ഞങ്ങൾക്ക് വന്നത്. കാരണം നല്ല കാറ്റടിച്ചിട്ടുള്ള യാത്ര,
ശരിക്കും ആലപ്പുഴ ഞങ്ങൾ പല കല്യാണങ്ങളൊക്കെ വന്ന് കൂടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബോട്ടിംഗ് ഒക്കെ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂറിലേക്കാണ് കേട്ടോ നമ്മൾ ബോട്ട് എടുത്തത്. ഈ ബോട്ട് 2 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ 1 മണിക്കൂറിന് 600 രൂപ അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ചെറിയ തോട് പോലെയുള്ള ഈ തോടാണോ എന്ന് എനിക്കറിയില്ല, പുഴ കയറി കിടക്കണതാണെന്ന് അറിയില്ല, ഈ പാലത്തിൻ്റെ കീഴേക്കടെ ഇങ്ങനെ പോയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അവിടെ നിറച്ച് ശിക്കാര ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് ആളുകൾ കയറുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്നതിന് മുന്നേ ആളെ പിടിക്കാനായിരിക്കും ഈ ചേട്ടൻ റോഡ് സൈഡിൽ തന്നെ നിന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നിന്നായിരിക്കും ആ ബോട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പുറകോട്ട് കൊണ്ടുവന്ന് തന്നത്. എല്ലാത്തിലും ആളുകളൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണാനൊന്നും പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കായലിലേക്ക് ഇറങ്ങാൻ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം കാറിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ദാഹിക്കും എന്തെങ്കിലും ചെയ്താൽ കുടിക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ്. നല്ല കാറ്റും വെള്ളത്തിൻ്റെ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ 1 മണിക്കൂർ അങ്ങോട്ട് പോയ സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ എടുക്കാൻ നിന്നില്ല. നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കായലിൻ്റെ 2 സൈഡിലും നിറയെ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലെ ഈ ചേട്ടൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. എന്തൊക്കെ നോക്കാനും ആ സൈഡ് നോക്കി ഈ സൈഡ് നോക്കാനൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതാന്ന് പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഫിനിഷിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു നെഹ്റുവിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ട്രോഫി വിതരണമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15 കേട്ടോ ഇന്ന് സ്വാതന്ത്ര്യദിനം. അപ്പോൾ 10-ാം തീയതി നടത്താനിരുന്ന നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആ വള്ളംകളി മാറ്റിവെച്ചു. നമ്മുടെ വയനാട് ദുരന്തം കാരണം ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റി ചേട്ടൻ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും വള്ളംകളി നടക്കുന്ന സ്ഥലവും കണ്ടു. അപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് മാറുമ്പോൾ തന്നെ നെഹ്റുവിൻ്റെ ഇത് കണ്ട പ്രതിമ അവിടെയാണ് ഫിനിഷിംഗ് പോയിൻ്റ് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഹൗസ് ബോട്ടിൽ കയറാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് തലേദിവസമൊക്കെ ഇരുന്നത്. അപ്പോൾ രാവിലെ പക്ഷേ ലേറ്റായിപ്പോയി ഇറങ്ങാനായിട്ട്. നമ്മളിവിടെ ഇപ്പോൾ ആലപ്പുഴ എത്തിയപ്പോൾ തന്നെ 3 മണിയായി. പിന്നെ ഹൗസ് ബോട്ട് എനിക്ക് തോന്നുന്നു രാവിലെ നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ രാവിലെ തുടങ്ങി നൈറ്റ് വരെ, അതല്ലെങ്കിൽ നൈറ്റിൽ നിന്ന് പിന്നെ നേരം വെളുക്കണ വരെ, അങ്ങനെ എന്തൊക്കെയുള്ള ഓപ്ഷനൊക്കെയാണ് കേട്ടത്. അപ്പോൾ പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ച് ഇത് മതി, ജസ്റ്റ് ഒന്ന് ബോട്ട് ചെയ്ത് 2 മണിക്കൂർ കറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ, നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ വീടുകൾ കാണാൻ പറ്റും നമുക്ക് കേട്ടോ. 2 സൈഡിലും കാഴ്ചകളാണ്. അപ്പോൾ നിറയെ വീടുകൾ, നമ്മുടെ റോഡ് സൈഡിൽ വീടുകൾ ഇരിക്കുന്ന പോലെ കായലിൻ്റെ സൈഡിൽ വീടുകൾ ഇരിപ്പുണ്ട്. അവിടെ കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നുണ്ട്. ചില ചേച്ചിമാർ അല്ലെങ്കിൽ പാത്രം കഴുകുന്നുണ്ട്, ചിലർ തുണി കഴുകുന്നുണ്ട്. അങ്ങനെ അവർ ഈ ബോട്ടിലേക്ക് നോക്കലോ ആരെയും മൈൻഡ് ചെയ്യണമൊന്നുമില്ല. അവരവരുടേതായ കാര്യങ്ങളായിട്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഈ ബോട്ടിലിരുന്ന് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ചിലർ ബോട്ടിൽ താമസിക്കുന്ന ആളുകൾ ഹൗസ് ബോട്ട് പോലെയുള്ള ഇതിൽ താമസിക്കുന്നതും കണ്ടു കേട്ടോ. കാരണം അതിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പം എന്താണേലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടിങ്, ഈ 2 മണിക്കൂറുള്ള ബോട്ടിങ്. പിന്നെ വീഡിയോയിൽ നമ്മൾ ഈ കണ്ടത് തന്നെ വീണ്ടും കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ നേരിട്ട് അങ്ങനെയല്ല, നമുക്ക് കണ്ടിരിക്കാൻ നല്ല വെറുതെ റിലാക്സ് ചെയ്തിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നല്ല റിലാക്സ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നെ അവർ ഒരു സ്ഥലത്ത് കുറച്ച് കഴിയുമ്പോൾ അങ്ങേയറ്റത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് നിർത്തും കേട്ടോ. ചായ കുടിക്കാനുള്ള ഓപ്ഷനുണ്ട് ഒരു 1 അവർ കഴിയുമ്പോൾ. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ചായയൊന്നും കുടിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ബോട്ടിൽ ചേട്ടൻ ചായ ഇറങ്ങി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുവാണ് ചെയ്തത്.
ബോട്ട് തിരിക്കുന്ന സ്ഥലം എത്തിയപ്പോഴത്തേനും ഇവിടെയും സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പം നല്ല സ്പീഡിൽ സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഈ ബോട്ടിലിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. കാരണം ഇത്രയും വേവ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ. പിന്നെ ഇവിടെ എന്തോ ഒരു റിസോർട്ടോ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നെ അവർക്ക് തിരിച്ചു പോകുമ്പോൾ ആലപ്പുഴ ബീച്ചും കൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പ്രയറൊക്കെ കഴിഞ്ഞിട്ടാണ് ബോട്ടിങ്ങിന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ നേരെ പോയി ഈവനിങ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:45 കൂടിയിട്ടാണ് കേട്ടോ ബീച്ചിലേക്ക് പോയത്. 6:45 ഒരു 6 മണിയോട് കൂടിയിട്ട്. അത് കഴിഞ്ഞ് ബീച്ചിൽ ജസ്റ്റ് ഒന്ന് നടന്നു. അപ്പോൾ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ബീച്ചിലൊന്ന് നടന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 6:45 ആയപ്പോൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഇതൊരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് യാത്ര. അപ്പം നമുക്ക് ഇടുക്കിക്കാർക്ക് ട്രെയിൻ എപ്പോഴും ഒരു കൗതുകമാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അതിനുശേഷം ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എറണാകുളം വഴിയാണ് വന്നത്. അപ്പോൾ നമുക്ക് നല്ല സീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.